നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ സ്മാർട്ട് കാർഡായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് മിക്ക സമയങ്ങളിലും അതിൽ പേയ്മെൻറ്റ് അണ്ടർ പ്രോസസ് എന്ന് കാണിക്കും, ആക്സസ് ഡിനൈഡ് എന്ന് കാണിക്കും. എന്നാൽ കുറേ പേർക്ക് സംഭവിക്കുന്നത് പേയ്മെൻറ്റ് അവരുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോകുന്നുണ്ട്, പക്ഷേ നമുക്ക് സ്റ്റാറ്റസ് നോക്കുമ്പോൾ അത് ഇപ്പോഴും പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇഷ്യൂസ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇങ്ങനൊരു ഇഷ്യൂ വരുന്നതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റ് എ ടൈമിൽ നമ്മൾ ഒരുപാട് ആളുകൾ ഈ ഒരു പരിവാഹൻ്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ ഈ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേയും കാര്യങ്ങളെല്ലാം അറ്റ് എ ടൈമിൽ ഒരുപാട് പേരെ ആക്സസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഇഷ്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ഈ ഒരു സ്മാർട്ട് കാർഡിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈം നമുക്ക് 1 ഇയർ നമുക്ക് ടൈം ഉണ്ട്. അതായത് നെക്സ്റ്റ് ഇയർ 2024 മാർച്ച് അവസാനം വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ആ സമയം വരെ നമുക്ക് 200 രൂപ മാത്രമാണ് ഇതിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ധൃതി പിടിച്ച് ഒരുപാട് ആളുകൾ അറ്റ് എ ടൈമിൽ ഇത് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ഇഷ്യൂ മെയിനായിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയട്ടെ, ഇനിയും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ആപ്ലിക്കേഷൻ കൊടുത്ത ആളുകൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ഹോം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും മറ്റ് ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ട് നമുക്ക് പേയ്മെൻറ്റ് സാധാ പോലെ ചെയ്യാൻ സാധിക്കും. ഇനി ഓൾറെഡി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് മാക്സിമം 1 വീക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോർമലി നമ്മൾ ഈ രീതിയിലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻ എല്ലാം നടക്കുന്ന സമയത്ത് നമുക്ക് 1 വീക്കിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്ത് ഇതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും എന്താണെന്ന് നോക്കുക. ഇനി 1 വീക്ക് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് തിരിച്ച് ക്രെഡിറ്റ് ആയിട്ടില്ല, സ്റ്റാറ്റസ് സ്റ്റിൽ പെൻഡിങ് എന്നാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഞാനൊരു MVD ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, നമ്മൾ ഈ ഒരു പേയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു GRN നമ്പർ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്കൊരു GRN നമ്പർ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതിൽ എത്ര പേര് ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം നമ്മൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ MVD പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു GRN നമ്പർ നമ്മുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് RTO ഓഫീസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ RTO ഓഫീസ് ഡീൽ ചെയ്യുന്ന ഒരു ട്രഷറി ഉണ്ടായിരിക്കും. നമ്മൾ ആ ട്രഷറിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ GRN നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു തരുമെന്നാണ് എന്നോട് ഒരു MVD പറഞ്ഞിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതായത് അണേബിൾ ടു പ്രോസസ് യുവർ റിക്വസ്റ്റ് എന്നാണ് കാണിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഹോം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പേയ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിന് ചെക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് വെരിഫൈ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് കാണാൻ സാധിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നോട്ട് പെയ്ഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല, അതായത് കിട്ടിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് ഹോം സ്ക്രീനിൽ വരിക, എന്നിട്ട് കംപ്ലീറ്റ് യുവർ പെൻഡിങ് ആപ്ലിക്കേഷൻ എന്ന് കാണാം. ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു തവണ കൂടി നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1-2 ആഴ്ച കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. കാരണം കുറേ ആളുകൾക്കിത് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.